ഈ പാർട്ടിയിൽ നിസ്കരിക്കുന്നതിനൊരു തടസ്സവുമില്ല, അങ്ങനെ അങ്ങേക്ക് ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ താങ്കൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ താങ്കളുടെ പേരും താങ്കളുടെ സ്വത്വവും ഈ പറയുന്ന ചിലർക്കെങ്കിലും ദഹിക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. അത് വാസ്തവമാണ് അല്ലേ പി.വി. അൻവർ? അത് രണ്ട് കാര്യത്തിലാണ് അരുൺ. സത്യത്തിൽ എന്നെ 2021 പരാജയപ്പെടുത്തണമെന്ന് തന്നെയായിരുന്നു ഈ പറയുന്ന മോഹൻദാസ് ഉദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ വിശദീകരിച്ചില്ല ഞാൻ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നില്ല, മുഖ്യമന്ത്രി വന്നില്ല, ഇടതുപക്ഷ നേതാക്കൾ വന്നില്ല, ഒരു ജില്ലാതല നേതാക്കൾ പോലും വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അതിനൊരു കാരണം, ഞാൻ ഈ പറയുന്ന സൂചനയ്ക്ക് അപ്പുറമുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ ഈ ഓഫീസിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അവർ അപ്പോൾ അതിന് മറുപടി തരുന്ന ആ വാദഗതിയോട് ഇപ്പം ഞാൻ യോജിക്കാറില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ രാജീവും എന്താ പറയുക ബാലനൊക്കെ പറയുന്നത് പോലെ മുട്ടുന്യായങ്ങൾ പറയും. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ പറയുക. ഞാൻ എൻ്റെ ഒരു സ്വന്തം അഭിപ്രായമായിട്ടില്ല പറയാം. ഞാനൊരു കാര്യം കേട്ടാൽ ചുറ്റുപാടിലൊക്കെ ഒന്ന് അന്വേഷിച്ചത് അതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് ക്രോസ് വെരിഫിക്കൈ ചെയ്തിട്ട് ഞാനൊരു കാര്യം ഞാൻ പറയാറുള്ളൂ. അപ്പം ഇതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. ഇവർക്ക് അവർ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി, പാർട്ടിയുടെ നിലപാട് ഇതാ. എന്ത് പാർട്ടി നിലപാട്? ഞാൻ പറയുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനങ്ങൾ ആ നിലപാടിന് എതിരാണ് സെക്രട്ടറി എന്ന് ഞാൻ പറയുന്നത്. ആ നിലപാട് അങ്ങനെയാണെങ്കിൽ അത് മാറ്റണം. ജനം വേർതിരിയും, തൊഴിലാളികൾ മാറും, അവർക്ക് പ്രയാസമുണ്ട്, മണൽ വാരാത്തത് കൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, അവരുമായി ജീവിച്ച മനുഷ്യരാണ്. ഈ മണൽ മുഴുവൻ ചാലിയാറിൽ മൂടി 2-3 ഉയരത്തിൽ എന്താ പറയുക മല പോലെ കിടക്കുക പുഴയിൽ. ഒരു ചെറിയ മഴ പെയ്ത് വെള്ളം വന്നാൽ റോഡ് മുഴുവൻ ബ്ലോക്ക്, പറമ്പ് മുഴുവൻ ബ്ലോക്ക്. എത്രയോ വട്ടം സർക്കാർ ഓർഡർ ഇട്ടു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇത് എന്താ പറയുക കുഴിച്ചെടുക്കാൻ. ഒരിക്കലും മലപ്പുറം ജില്ലാ കമ്മിറ്റി അതിന് സപ്പോർട്ട് ചെയ്യില്ല, പാർട്ടി അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കില്ല. എന്താ കാരണം? നമ്മുടെ കൃഷിക്കാർ ചില ആളുകൾ മാത്രമുള്ളത്. അവിടെ എംസാൻഡ് വെക്കണം. ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട് എൻ്റെ അരുണ്. ഇതിനൊക്കെ ഞാൻ എതിർക്കാറുണ്ട്. എനിക്ക് വരെ കൂടെ ചാരിപ്പോയി കൂടെ. അന്നത്തെ IPS-കാരൻ 25 കൊല്ലം എൻ്റെ അടിമയായി നിൽക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് അവർ വരെ ഇപ്പോൾ കൂടി നിന്നാൽ പോരെ? ഞാൻ നിന്നിട്ടില്ലല്ലോ. ഇപ്പം എന്ത് റിസ്ക്കാണ് ഞാൻ എടുക്കുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാലോ. ഞാൻ ആ റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾക്ക് എതിരെ കക്കാടംപൊയിലിന് അനധികൃത തടയണയുടെ പൊളിക്കാനുള്ള റീടെൻഡറിന് കൂടരഞ്ഞി പഞ്ചായത്ത് ഉത്തരവിട്ടിട്ടുണ്ട്. ശ്രീ പി.വി. അൻവർ സാറില്ല, അവിടെ പൊളിക്കട്ടെ. അവർ പോയി എന്താണ് ഇനി അവിടെ പൊളിക്കാനല്ലേ എനിക്കറിയില്ല. അവർ പോയി കണ്ടെത്തേണ്ടി വരും, മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കണ്ടെത്തി പൊളിക്കേണ്ടി വരും. താങ്കളുടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് എനിക്കറിയാം. ആ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് നൂലാമാലകളും കേസ് കെട്ടുകളും താങ്കൾ നേരിട്ടു. ആ മുഖ്യമന്ത്രിയുടെ വിരൽത്തുമ്പിലിരിക്കുന്ന ആ പ്രൊജക്ടിന് എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് പി.വി. അൻവർ? അല്ല, അതിലെന്ത് നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു നോക്കട്ടെ. കാരണം എല്ലാം കഴിഞ്ഞ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്ന് കഴിഞ്ഞ 7-8 വർഷത്തെ എന്താ പറയുക നിയമ പോരാട്ടവും ടെക്നിക്കൽ പോരാട്ടവും കഴിഞ്ഞ് ഫൈനൽ ചെയ്ത് ആ വർക്ക്, അതായത് അവിടെ റീറ്റെയിനിങ് വാൾ കെട്ടാൻ വേണ്ടിയിട്ടാണ് GSI റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പാർക്ക് ഒരു കാരണവശാലും ഡിസാസ്റ്റർ ഏരിയയിലല്ലാന്ന് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കേരളത്തിലല്ല. GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ ഭൂമി സംബന്ധമായി പറയാനുള്ള അവസാനത്തെ അതോറിറ്റി പറയുന്നു പി.വി. അൻവറിൻ്റെ കക്കാടംപൊയിലിലെ പാർക്ക് ഡിസാസ്റ്റർ മേഖലയിലല്ല. പക്ഷേ അവിടെ റോഡിൽ കുറച്ച് റീറ്റെയിൻ വാൾ കെട്ടണം. അവിടെ നമ്മുടെ വേവ് പൂൾ ഉണ്ട്, ആ സ്ഥലത്ത് 30 മീറ്റർ റീറ്റെയിൻ വാൾ കെട്ടണം. ഇതാണ് ആകെയുള്ള സജഷൻ. അത് ഇപ്പോൾ NIT ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് അപ്രൂവൽ ചെയ്തിട്ട് CM-ന് കൊടുത്തിരിക്കുകയാണ്. CM ഒന്ന് വരച്ചാൽ ഈ സാധനം ഇവിടെ എത്തും. വരക്കൂല നമുക്ക് നോക്കാം. താങ്കൾ അറിയുന്ന താങ്കളുടെ ഉപ്പയ്ക്ക് തുല്യമായി കണക്കാക്കിയിരുന്ന പി.വി. അൻവർ അങ്ങനെ പിടിവാശിയും വൈരാഗ്യവും ഒക്കെ പുലർത്തുന്നയാളാണോ ശ്രീ പി.വി. അൻവർ? ഞാൻ വാശിയല്ല, ഞാനൊരു നിലപാടുണ്ടാവും, അത്രേ ഉള്ളൂ. നിലപാട് ഞാൻ ഉറച്ചു നിൽക്കും. അത് എന്റെ പിതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ താങ്കളെ വ്യക്തിപരമായി വേട്ടയാടുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീ പിണറായി വിജയൻ? കാരണം പി.വി. അൻവർ, കാരണം ഇന്നലെ കോട്ടയത്ത് ഒരു കേസെടുത്തു. ആ കേസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ഫാദർ തോമസ് പീലിയാനിക്കലാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമൊന്നുമില്ല, മറ്റേതൊക്കെയോ ചില ബന്ധങ്ങളുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേസ് കൊടുത്തപ്പോൾ എടുത്തു എന്നാണ് വിശദീകരണം. ഇപ്പോൾ കക്കാടംപൊയിലിൻ്റെ കാര്യത്തിൽ കൂടരഞ്ഞി പഞ്ചായത്തും തീരുമാനമെടുത്തു. 8 മാസമായി മുടങ്ങിക്കിടക്കുന്നതാണ് കോടതി ഉത്തരവാണ്. അപ്പോൾ താങ്കൾക്കെതിരെ വ്യക്തിപരമായി താങ്കളെ പിണറായി വിജയൻ വേട്ടയാടുമെന്നൊരു ഭയം താങ്കൾക്കുണ്ടോ ശ്രീ പി.വി. അൻവർ? അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? ഭയം എനിക്കതില്ല,
തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ പറയാൻ വയ്യ. ഇപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ വരാമല്ലോ. പിന്നെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ഡോക്ടർ. ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം. മനസ്സിലായില്ല, ഞാൻ ബേജാറാകുന്നില്ല. ഞാൻ പിന്നെ പറയാൻ